സെക്രട്ടേറിയറ്റ് സമരങ്ങൾ, കളക്ട്രേറ്റ് സമരങ്ങൾ, എസ് പി ഓഫീസ് സമരങ്ങൾ, അതുപോലെയുള്ള സമരങ്ങൾ ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ അതിന് യൂത്ത് കോൺഗ്രസ് ഇറങ്ങണ്ടേ? യൂത്ത് കോൺഗ്രസ് ഇറങ്ങുന്നുണ്ടോ? യൂത്ത് കോൺഗ്രസ്സിന് ഇറങ്ങാൻ കഴിയുന്നുണ്ടോ? എവിടെയാണ് പോയി കിടക്കുന്നത്? പോയി പെട്ടു. സിമ്പിളായി പറഞ്ഞാൽ പോയി പെട്ടു എന്നുള്ളതാണ്. ഇങ്ങനെയാണ് ജനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുക. ഇപ്പം ഇനി ഉദാഹരണം പറയാം, പിണറായി വിജയൻ സർക്കാർ എന്തെങ്കിലും ഒരു അഴിമതി ചെയ്തു എന്ന് വെക്കുക, അതുപോലും എക്സ്പോസ് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. ചെയ്തു എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്, ചെയ്തു എന്ന് വെക്കുക, അതുപോലെ എക്സ്പോസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് കോൺഗ്രസിൻ്റെ ഒരു നിഷ്ക്രിയ അവസ്ഥയാണ്. ഇത് തന്നെയാണ് ബി ജെ പിയിലും കേട്ടോ, ഇത് തന്നെയാണ് ബി ജെ പിയിലും. അപ്പോൾ സത്യം പറഞ്ഞാൽ സി പി എമ്മിൻ്റെ ഏറ്റവും നല്ല കാലമാണ്, ഏറ്റവും നല്ല കാലമാണ്. കാരണം എന്താണ്? അതുപോലെ പ്രതിപക്ഷത്തെക്കൂടെ കാര്യം, എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ മതി. കോൺഗ്രസ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഭരണം മുന്നോട്ട് പോകുന്നു. അഴിമതി രഹിതമായിട്ടുള്ള മന്ത്രിമാരാണ് കേരളത്തിലുള്ളത്. അറിയോ? അഴിമതി, ഒരഴിമതി ആരോപണം ഈ 5 വർഷമായിട്ട് മുന്നോട്ട് വെക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഒരഴിമതി ആരോപണം പോലും, ഒരെണ്ണം, ഒരു പ്രധാനപ്പെട്ട മന്ത്രിയെ പോലും രാജിവെപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ കേരളത്തിൽ. ഒന്നും പറ്റിയിട്ടില്ല. എന്താണ്? 2016 ഈ 41 സീറ്റിലേക്ക് ഒതുങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് കോൺഗ്രസ് തീർന്നു എന്ന് വിചാരിച്ച് അവർ പഠിച്ചു വന്നപ്പോഴത്തേക്കായി മാറി. പിന്നെന്താ, 2011 തുടങ്ങി 2016 തുടങ്ങി 2021 വരെയുള്ള മന്ത്രിമാരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി പുതിയ ആൾക്കാരെ വെച്ചു.